ചുരമിറങ്ങാതെ ചികിത്സ വേണം 24 ക്യാമ്പയിൻ. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസൗകര്യങ്ങൾക്കെതിരെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി പുതുശ്ശേരി പള്ളിപ്പുറത്ത് തോമസിന്റെ കുടുംബം. കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നില്ലെന്ന് തോമസിന്റെ ഭാര്യയും സഹോദരനും 24നോട് പറഞ്ഞു. ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. അസൗകര്യങ്ങൾ പരിഹരിക്കാൻ ഇനിയും വൈകരുതെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. 2023 ജനുവരി 12-നാണ് പുതുശ്ശേരിയിലെ കൃഷിയിടത്തിൽ വെച്ച് തോമസിനെ കടുവ ആക്രമിച്ചത്. രാവിലെ 10:45-നായിരുന്നു ഈയൊരു ആക്രമണമുണ്ടായത്. തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കൃത്യമായൊരു ചികിത്സ ആശുപത്രിയിൽ കിട്ടിയിട്ടില്ല. കിട്ടിയായിരുന്നെങ്കിൽ ബ്ലഡ് മറന്നു പോയാണല്ലോ ചേട്ടായി മരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് അവരവിടുന്ന് അത് വേണ്ട സജ്ജീകരണം ചെയ്തായിരുന്നെങ്കിൽ ചേട്ടായിക്ക് ബ്ലഡ് കയറ്റി കൊടുത്തായിരുന്നെങ്കിൽ ചേട്ടായി മരിക്കില്ലായിരുന്നു. ഈ ആംബുലൻസിലാണെങ്കിൽ ഒരു ഡോക്ടറില്ല, ഒരു സിസ്റ്റർ ഇല്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും ഒരു സ്വകാര്യ ആശുപത്രിയിലും തോമസുമായി കുടുംബമെത്തി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ കുടുംബത്തിന് മറ്റ് 2 ആശുപത്രികളിലേക്ക് തോമസുമായി ഓടേണ്ടി വരില്ലായിരുന്നു. ഇവർക്കൊരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടാനുള്ളത്. ഒരു മെഡിക്കൽ കോളേജിന് യാതൊരു സൗകര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. കൃത്യമായ ചികിത്സ ലഭ്യമായെങ്കിൽ അവൻ മരിക്കില്ലല്ലോ. നമുക്കിങ്ങനെ സംഭവിച്ചു, ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ മേലധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാം. വന്യമൃഗശല്യത്തിന്റെ ആക്രമണം നേരിട്ട് പരിക്കുപറ്റുന്ന വയനാട്ടുകാർ ചികിത്സയ്ക്കായി നെട്ടോട്ടമോടുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് തോമസ്. മനു ദാമോദറിനൊപ്പം മിഥില ബാലൻ, 24 വയനാട്.